കൊച്ചി മെട്രോ ഇന്ന് രാജ്യത്തിൻ്റെ തന്നെ അഭിമാനകരമായ പദ്ധതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ള ഒരു സ്ഥാപനമായി മെട്രോയ്ക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തൊരിടത്തും മെട്രോ എക്കണോമിക്കലി പ്രോഫിറ്റബിൾ ആയിട്ട് ഓടുന്നില്ല. എന്നാൽ മറ്റ് പല ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോഴാണ് പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് നമ്മൾ പറയുക. പ്രൊഡക്ടിവിറ്റി കൂടും, പൊല്യൂഷൻ കുറയും, എഫിഷ്യൻസി കൂടും. അങ്ങനെയുള്ള സോഷ്യൽ ഫാക്ടേഴ്സൊക്കെ കണക്കാക്കുമ്പോഴാണ് സമൂഹത്തിന് മൊത്തത്തിൽ ലാഭകരമാണ് എന്ന് ഇത്തരം സംവിധാനങ്ങളെ കുറിച്ച് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമുക്ക് കണക്ടിവിറ്റി പ്രശ്നമായിരുന്നു. ആദ്യഘട്ടത്തിൽ വേണ്ടത്ര പാർക്കിംഗ് സ്ഥലം നമുക്ക് അന്ന് കയറാൻ പറ്റിയിരുന്നില്ല, ആ പരിമിതി ഉണ്ടായിരുന്നു. അപ്പം അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ കണക്ടിവിറ്റി സംവിധാനത്തിന് ഇപ്പോൾ മെട്രോ നേതൃത്വം നൽകുന്നത്. വാട്ടർ മെട്രോ ഇപ്പോൾ കൊച്ചിക്ക് അഭിമാനിക്കാം, കേരളത്തിന് അഭിമാനിക്കാം. നമ്മുടെ വാട്ടർ മെട്രോ നാഷണൽ ലെവലിൽ ഇപ്പോൾ ടേക്കപ്പ് ചെയ്യാണ് യൂണിയൻ ഗവൺമെന്റ്, ഇത് മാതൃകയാക്കിക്കൊണ്ട്. ഇവിടെയാണെങ്കിൽ ഇന്ന് സന്തോഷകരമാണ്, ഈ ബസ് സ്റ്റാൻഡ് ഒരു ഇലക്ട്രിക് ബസ്സിന്റെ ഒരു സ്റ്റേഷനാക്കി മാറ്റണം എന്ന് ഒരിക്കൽ ചർച്ച ചെയ്യുകയും ചില നടപടികൾ മുന്നോട്ട് പോവുകയും ഉണ്ടായതാണ്. അപ്പോൾ അന്നത്തെ KSRTC പിന്നെ ഇലക്ട്രിക് ബസ്സിന്റെ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നതോടുകൂടിയാണ് അത് തൽക്കാലം നിർത്തിവെക്കേണ്ട സ്ഥിതി വന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് കളമശ്ശേരി ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകൾക്ക് യൂണിവേഴ്സിറ്റി, മെഡിക്കൽ കോളേജ്, ആ ബസ്സുകൾക്കെല്ലാം 2 ബസ്സാണ് ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ളത്. അതിന് ഇതുകൂടി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷകരമാണ്. മെഡിക്കൽ കോളേജ് പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. മാർച്ചോടുകൂടി മെയ്യോടുകൂടി 2 വലിയ സ്ഥാപനങ്ങൾ ഇവിടെ വരും. ജുഡീഷ്യൽ സിറ്റി അതിൻ്റെ ഡിസൈൻ കഴിഞ്ഞ ദിവസം ചീഫ് ആർക്കിടെക്ട് തയ്യാറാക്കിയത് ജഡ്ജസ് കമ്മിറ്റി ഇൻ പ്രിൻസിപ്പൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്.